തലശ്ശേരി പുന്നോലിലെ CPIM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളെ അല്ലെന്ന പിതാവ് PK യൂസഫ് 24-നോട്. മകനെ കൊലപ്പെടുത്തിയത് CPIMകാർ തന്നെയാണെന്ന പിതാവ് തലശ്ശേരി കോടതിയിൽ മൊഴി നൽകി. കേസിൽ 7 NDF പ്രവർത്തകരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2008 ജൂലൈ 23-നാണ് പുന്നോലിലെ CPIM പ്രവർത്തകൻ UK സലീം കൊല്ലപ്പെട്ടത്. കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടരുകയാണ്. സലീമിന്റെ പിതാവ് യൂസഫിനെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വിസ്തരിച്ചിരുന്നു. ഇതിനിടെയാണ് മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ CPIM പ്രവർത്തകരാണെന്ന് യൂസഫ് മൊഴി നൽകിയത്. അങ്ങനെ ബോധ്യപ്പെടാൻ ചില കാരണങ്ങളുണ്ടെന്നും യൂസഫ് പറയുന്നു. സന്തോഷം, എൻ്റെ മോൻ എൻ്റെ ചങ്ങായില്ല, ഫോണൊന്നും കിട്ടിയില്ല, എൻ്റെ പോലീസ് അറിവുണ്ട്, അവരും തരുന്നില്ല, കിട്ടിയില്ല, എന്താ അന്വേഷിച്ചു. അതാണ് യൂസഫ് ഞങ്ങൾ അന്വേഷിക്കേണ്ട. ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു, പക്ഷെ അതിൽ രക്തക്കറി മാംസമുണ്ട്. ഞാനത് ബാബുട്ടിനെ ഏൽപ്പിച്ചു. ബാബുട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിരുന്നു. അങ്ങനെ പോലീസ് FT മുഖ്യമന്ത്രി പ്രതിപക്ഷം എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോൺ കണ്ടെടുത്തരാണ് സത്യം. കാരണം ആരാ ഇവനെ വിളിച്ച് എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരിയണ്ടേ. സലീമിന്റെ കൊലപാതകത്തിന് തലശ്ശേരിയിലെ ഫസൽ വധക്കേസുമായി ബന്ധമുണ്ടെന്നാണ് യൂസഫിന്റെ ആരോപണം. ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സലീമിനും മറ്റൊരു സുഹൃത്തിനും അറിയാമായിരുന്നുവെന്നും കോടതിയിൽ യൂസഫ് മൊഴി നൽകി. ഫസലുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ രഹസ്യം എനിക്കറിയാം. ഫസൽ വധക്കേസ്, അതെ, അതിന്റെ രഹസ്യം എനിക്കറിയാം. എനിക്കറിയാം, റെയ്സിനും അറിയായിരുന്നു. അപ്പോൾ റെയ്സ് മരണപ്പെട്ടവരാണ് എനിക്കാകെ ബേജാറായി. ഇവന്റെ പേടി കണ്ടിട്ട് വീണ്ടും ഗൾഫിലേക്കൊക്കെ തീരുമാനിച്ചത്. റെയ്സും CPIM പ്രവർത്തകനാണ്. സലീമിന്റെ സുഹൃത്ത്. അത് രണ്ടാൾ ഒന്നായിട്ട് നടക്കുന്ന ഒറ്റ സുഹൃത്താ. ആ 2 പേർക്കും ഈ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാം. അതെ, എല്ലാം അറിയാം. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സലീമിന്റെ പിതാവ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം യൂസഫിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ ഉണ്ടാവുന്നുവെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. 24 കണ്ണൂർ.